CPM-ന്റെ മുൻ നേതാവ് മുന്നോട്ട് വെച്ച വെളിപ്പെടുത്തലുകൾ ആടി ഉലയുകയാണ് കണ്ണൂരിലെ രാഷ്ട്രീയം. പി ജയരാജന് എതിരെ വലിയ ആരോപണ സ്വരങ്ങളാണ് ഉന്നയിച്ചത്. കൊട്ടേഷൻ സംഘങ്ങളെ, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ കേസിന്റെ സംരക്ഷകനായി പി ജയരാജൻ എന്ന മുതിർന്ന നേതാവ് മാറുന്നു എന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ. പിന്നീട് പി ജയരാജന്റെ മകനെതിരെയും ആരോപണങ്ങൾ ഉയർത്തി. അതൊക്കെയാണ് ഇന്ന് സഭയിലേക്ക് പ്രതിപക്ഷം ഉയർത്തിയത്. നിയമസഭ ചേരുന്ന സമയമായിരുന്നു. സർക്കാരിന് നേരെ ചോദ്യശരങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. CPM നേതാക്കൾക്ക് സ്വർണ്ണക്കടത്ത് ബന്ധമെന്ന ഈ വെളിപ്പെടുത്തൽ ആയുധമാക്കിയായിരുന്നു പ്രതിപക്ഷം. CPM-ന്റെ തണലിൽ മാഫിയകൾ വളരുന്നെന്ന് VD സതീശൻ ആരോപിച്ചു. പി ജയരാജനെയും മകനെയും കുറിച്ചാണ് DYFIയുടെ മുൻ നേതാവിന്റെ വെളിപ്പെടുത്തൽ എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് ഓർമ്മിപ്പിച്ചു. TP കേസിലെ പ്രതികൾ പരോളിൽ പോയി സ്വർണം പൊട്ടിക്കുന്നു. കേരളത്തിൽ മാഫിയ സംഘങ്ങൾ അങ്ങനെ തഴച്ചു വളരുന്നുവെന്നും VD സതീശൻ സഭയിൽ ആരോപിച്ചു. ആ വാക്കുകളിലേക്ക്. CPM-ന്റെ ഉന്നത നേതാവായ പി ജയരാജനെ കുറിച്ചും, അതായത് അദ്ദേഹം ഇന്ന് ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ചുമാണ് DYFI നേതാവ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സ്വർണ്ണ കള്ളക്കടത്ത് സംഘങ്ങളും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായി അവർക്ക് ബന്ധമുണ്ട്, കൊട്ടേഷൻ സംഘങ്ങളുമായി അവർക്ക് ബന്ധമുണ്ട് എന്ന വലിയ വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞു. ആ പ്രതികൾക്ക് മുഴുവൻ പരോൾ കൊടുക്കുകയാണ്. ആ പരോളിൽ പോകുന്ന സംഘങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു, കേസിൽ പ്രതിയാവുന്നു, സ്വർണം പൊട്ടിക്കലിൽ പങ്കെടുക്കുന്നു, മയക്കുമരുന്ന് പാർട്ടിയിൽ പങ്കെടുക്കുന്നു, മയക്കുമരുന്ന് കേസിൽപ്പെടുന്നു, തോക്ക് കേസിൽപ്പെടുന്നു. അപ്പോൾ അറിയപ്പെടുന്ന ക്രിമിനലുകളെയാണ് ഈ ക്രൂരമായ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ തോന്നിയതുപോലെ അവർക്ക് പരോൾ കൊടുക്കുക. പരോളുമായി പുറത്തുപോയി അവർ ചെയ്യുന്നത് മുഴുവൻ കൊട്ടേഷനാണ്. സംസ്ഥാനത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് നാട്ടിലെ ക്രിമിനൽ ആക്ടിവിറ്റികൾക്ക് രാഷ്ട്രീയ നേതൃത്വം കൊട പിടിച്ചു കൊടുക്കുന്ന, പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. സാർ, ഇതിൽ സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ മയക്കുമരുന്ന് വരെയുള്ള മുഴുവൻ സംഭവങ്ങളുണ്ട്. ആ വിഷയം ഈ സഭയിൽ ചർച്ച ചെയ്യാൻ അനുമതി തരാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മാർട്ടിൻ ജോർജ്, DCC അധ്യക്ഷൻ കണ്ണൂരിന്റെ, ഒപ്പം M ജയചന്ദ്രൻ, ഇടത് സഹയാത്രികൻ, ഒപ്പം മനു തോമസിനെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. പി ജയരാജനെയും നമ്മൾ പ്രതികരണത്തിനായി വിളിക്കുന്നുണ്ട്. അതിഥികളിലേക്കാണ് ശ്രീ മാർട്ടിൻ ജോർജ്. ഇതുവരെ കണ്ണൂരിൽ ഈ കൊട്ടേഷൻ സംഘാംഗങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കടത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും പല നേതാക്കന്മാർക്കും ഒക്കെ തന്നെ ബന്ധമുണ്ട് എന്ന അഭ്യൂഹങ്ങൾ മാത്രമായിരുന്നു ഈ പൊതുമധ്യത്തിൽ ഉണ്ടായിരുന്നത്. ഇതേക്കുറിച്ചൊക്കെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികളിലൊക്കെ ചർച്ചയായിരുന്നു. അത് പൊതു മധ്യത്തിലേക്ക് ഇത് ശബ്ദമായി ഉയരുകയോ വാക്കുകളായോ ആരും കേട്ടിട്ടില്ല. ഇന്നിപ്പോൾ ഇതാ ആധികാരികത എന്ന തലത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചുകൊണ്ട് പാർട്ടിയുടെ CPM-ന്റെ ഒരു മുതിർന്ന നേതാവ്, ജില്ലാ പ്രസിഡന്റ്, DYFI യുവജന സംഘടന ആയിരുന്ന ഒരു വ്യക്തി പൊതുജനങ്ങളുടെ മുന്നിലേക്ക് ഒരു മുതിർന്ന നേതാവിനെ കുറിച്ച്, അതായത് പി ജയരാജനെ കുറിച്ച് മുഖവിര നൽകേണ്ടതില്ല, ആമുഖം നൽകേണ്ടതില്ല ആർക്കും. പാർട്ടിക്ക് എത്രത്തോളം പാർട്ടിയിൽ പ്രബലനാണ്, സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രബലനാണ്, CPM-ലെ പ്രബലനായ വ്യക്തിക്കെതിരെ പറയുമ്പോൾ അതൊരു വെറുമൊരു ആരോപണ തലത്തിൽ കണ്ടാൽ പോരല്ലോ. എന്താണ് കോൺഗ്രസ് ഇതൊരു അടിയന്തര പ്രാധാന്യത്തോടുകൂടിയാണെന്ന് സഭയിൽ ഈ വിഷയം ഉന്നയിക്കുന്നത്? പക്ഷേ സഭയിൽ കണ്ടല്ലോ. അതിനുശേഷം സതീശൻ പുറത്തേക്ക് വന്ന കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് കാണുന്ന ഗൗരവമേറിയ തലങ്ങൾ എന്താണ് ശ്രീ മാർട്ടിൻ ജോർജ് ഈ പ്രതികരണത്തിൽ? ഇത് സത്യത്തിൽ കോൺഗ്രസ് ഇത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ വ്യക്തമായി തന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്തും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ CPM-ൽ തന്നെ ഉണ്ടായിരുന്ന മനു തോമസ് ആ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി അദ്ദേഹം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വിവരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും അദ്ദേഹം വിവിധ ചാനലുകൾക്ക് കൊടുത്ത അഭിമുഖത്തിലുമൊക്കെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഈ CPM-ന്റെ ഉന്നതരായ നേതാവിൻ്റെ മകനും അദ്ദേഹവും ഈ കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ സുഹൈബിൻ്റെ കേസ് ഇവിടെ മനു തോമസ് പറഞ്ഞു. സുഹൈബിൻ്റെ കേസിലെ പ്രതികളായിട്ടുള്ളവരെ സംരക്ഷിക്കുന്നത് CPM ആണ് എന്ന് വളരെ വ്യക്തമായി വന്നിരിക്കുകയാണ്. ഇവിടെ മനു തോമസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ വന്ന കാര്യങ്ങളാണ്. സുഹൈബിൻ്റെ കാര്യത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അത് നല്ല കാര്യമല്ല,
ആ നടന്നിരിക്കുന്നതെന്ന് അദ്ദേഹം സൂചിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ CPM-ൻ്റെ നേതൃത്വമാണ് എന്നുള്ള കാര്യം അവിടെ വ്യക്തമായി വരികയാണ്. അതോടൊപ്പം തന്നെ ഈ ജയൻ രാജ് എന്ന് പറയുന്ന P. ജയരാജൻ്റെ മകൻ, അതുപോലെ തന്നെ ആകാശ് തില്ലങ്കേരി, അതോടൊപ്പം തന്നെ TP ചന്ദ്രൻ കേസിലെ പ്രതികളായി പരോളിൽ ഇറങ്ങുന്നവർ, ഇവരൊക്കെ കൂടി ചേർന്നുള്ള ഒരു മാഫിയ സംഘം കണ്ണൂർ ജില്ലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പകൽ പോലെ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഞങ്ങൾക്കതിനകത്ത് സംശയമുണ്ടായിരുന്നു, ഞങ്ങൾ അത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മനു തോമസിന്റെ വാക്കുകളിലൂടെ അത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യം ചോദിച്ചു, അതോടൊപ്പം തന്നെ കേൾക്കുമ്പോൾ തോന്നുന്നത് വളരെ അത്ഭുതമാണ്. കാരണം P. ജയരാജൻ എന്ന നേതാവിനെതിരെ ഈ കൊലപാതക രാഷ്ട്രീയവും അക്രമ രാഷ്ട്രീയത്തിനൊക്കെ പ്രോത്സാഹനം ചെയ്തു നൽകുന്നു എന്ന ആരോപണങ്ങളൊക്കെ കാലങ്ങളായി അദ്ദേഹം കേൾക്കുന്നതാണ്. രാഷ്ട്രീയ വേട്ടയ്ക്ക് ഇരയായ ഒരു വ്യക്തിയുമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും ഒരിക്കലും കേരളം പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ സ്വർണ്ണക്കടത്ത് സംഘത്തിൻ്റെ സംരക്ഷകൻ അങ്ങനെയൊക്കെയുള്ള തരത്തിലേക്ക് വരുമ്പോൾ. കാരണം പൊരുതി ഈ രാഷ്ട്രീയ എതിരാളികളോട് RSSനോടൊക്കെ പൊരുതി ഒരു ഇരയായ വ്യക്തി എന്നൊരു പ്രഭാവം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രതിച്ഛായുള്ള നേതാവിൽ നിന്നും നമുക്കത് ദഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആരോപണങ്ങളാണ്. അപ്പോൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യത്തിലുള്ള അസ്വാരസ്യങ്ങളുടെയോ പാർട്ടിയിലെ പടലപ്പിണക്കങ്ങളുടെ ഭാഗമായിട്ടുള്ളാകുന്ന ആരോപണം മാത്രമാണോ ഇത്? അതല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ പാർട്ടിക്കുള്ളിൽ മനു തോമസ് ഇപ്പോൾ പുറത്തേക്ക് വരിക, ഇന്ന് അദ്ദേഹം പാർട്ടിയിലില്ല, പുറത്ത് വന്ന ആളാണ്. അതിനപ്പുറത്തേക്ക് പാർട്ടിയുടെ ഫോറങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ നേതാക്കൾക്ക് അറിവുള്ളതാണോ? അതാത് ജില്ലാ കമ്മിറ്റി പോലെയുള്ള സംവിധാനങ്ങളിലും ജില്ലാ സെക്രട്ടേറിയറ്റിലൊക്കെ ഇത്തരം കാര്യങ്ങൾ നേരത്തെയും ഈ വിഷയം ജയരാജനെ മുൻനിർത്തി വന്നിട്ടുണ്ടോ? അങ്ങനെയൊക്കെ എന്തിനും അറിവ് താങ്കൾക്കുണ്ടോ? കണ്ണൂരുകാരനായതുകൊണ്ട് ഞാൻ ചോദിക്കും. ഇതിനകത്ത് മനു തോമസ് പുറത്ത് വന്നപ്പോൾ മാത്രം പറയുന്നതല്ല. മനു തോമസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് DYFIയുടെ നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജയരാജന്റെ മകനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഏരിയ സെക്രട്ടറിമാരെ നിയമിക്കുന്നത് കോറ മാഫിയകൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിലുള്ള അന്വേഷണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടുകയാണ്. മനു തോമസ് പുറത്ത് പോയതിനു ശേഷം ഉള്ള പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് എവിടെയാണ് അന്വേഷണം നടന്നിരിക്കുന്നത്? അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായി. അദ്ദേഹത്തെ ഒതുക്കാൻ, അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചത് കൊണ്ടായിരിക്കും അദ്ദേഹത്തെ ഒതുക്കാൻ വേണ്ടിയും അദ്ദേഹത്തെ മാറ്റി നിർത്താൻ വേണ്ടിയും ഇവർ ശ്രമിച്ചിട്ടുണ്ടാകാം. അപ്പം CPM-ൽ തന്നെയുള്ള ഒരുപാട് പടലപ്പിണക്കങ്ങളുണ്ട്. അത്തരം പടലപ്പിണക്കങ്ങളൊക്കെ ഇപ്പം മറന്നേക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാകുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കേവലം ഒരു രാഷ്ട്രീയ ആരോപണമോ അവരുടെ സർക്കിളിൽ, പാർട്ടിയുടെ CPM-ന്റെ സർക്കിളിൽ നിൽക്കുന്ന ആരോപണങ്ങളോ മാത്രമല്ല ഇത്. നമുക്കറിയാമെന്ന കൊട്ടേഷൻ സംഘം, ഒന്ന് സ്വർണ്ണക്കടത്ത്, പൊട്ടിക്കൽ, ഇതൊക്കെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് വരികയാണ്. പിന്നെ മറ്റൊന്ന്, ഒരു സ്റ്റേറ്റിലെ ഒരു പ്രധാനപ്പെട്ട P. ജയരാജൻ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി അംഗം മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാനാണ്. ഒരു സ്റ്റേറ്റിനെ പ്രതിനിധീകരിക്കുന്ന വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായും തനിക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ അത് തെളിയിക്കാനുള്ള ബാധ്യത വ്യക്തിപരമായും ഈ സ്റ്റേറ്റിന് കൂടി ഉണ്ടാവുകയാണല്ലേ? അത് സത്യമല്ലേ? ഇത് നിസ്സാരമായ പാർട്ടികളുടെ വിഷയമല്ല, ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഈ ക്രിമിനൽ സംഘങ്ങൾ ഇങ്ങനെ സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിന് പേടിയോടുകൂടിയേ കാണാൻ പറ്റുള്ളൂ. കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം വിശദമായ അന്വേഷണം നടത്തണം. ഇതൊരു മാഫിയ സംഘം വർക്ക് ചെയ്യുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ കഴിഞ്ഞ ദിവസം TP ചന്ദ്രൻ കേസുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ജയിലിൽ നിന്നും ഇളവ് ലഭിക്കാൻ വേണ്ടിയുള്ള അപേക്ഷയിൽ വന്ന ലിസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതിനകത്ത് ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തി അവർക്കെതിരെ നടപടിയെടുത്തു. ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിക്കുക, ഈ TP ചന്ദ്രൻ കേസിലെ പ്രതികളും ഈ സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥരും തമ്മിൽ എന്ത് ബന്ധം? അവർക്ക് ഇളവ് കൊടുക്കാൻ വേണ്ടി ഈ ജയിലിൻ്റെ ഉദ്യോഗസ്ഥർക്ക് എന്താ താല്പര്യം? അത് CPM-ന്റെ ഉന്നത നേതൃത്വം മുഖ്യമന്ത്രി അടക്കം നിർദ്ദേശിച്ചിട്ട് അവർ ചെയ്തതായിരിക്കണം. അല്ലാതെ ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് ഈ TP ചന്ദ്രൻ കേസിലെ പ്രതികളെ രക്ഷിക്കേണ്ട, അവരുടെ ഇളവ് കൊടുക്കേണ്ട കാര്യം അവർക്കില്ല. അവരുമായി ഒരു ബന്ധവുമില്ല. ഇപ്പോൾ അവരെ ബലിയാടാക്കി. ഞാനത് സൂചിപ്പിക്കുന്നത്
ടി.പി. ചന്ദ്രൻ കേസിലെ പ്രതികളും സുഖൈ കേസിലെ പ്രതികളുമൊക്കെ ഈ ക്രിമിനൽ സംഘവുമായി, ഈ കൊട്ടേഷൻ സംഘവുമായി, ഈ മാഫിയ സംഘവുമായി, ഈ സ്വർണം പൊട്ടിക്കൽ കേസുമായി എല്ലാം ബന്ധപ്പെട്ട് ഇന്റർ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നത് ഒരു വിശദമായ ഒരു അന്വേഷണം ഇതിനകത്ത് അനിവാര്യമാണ്. ഇത് സാധാരണ ഇപ്പോൾ കേരളത്തിലെ പോലീസ് അന്വേഷണം നടക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. DCC ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ വളരെ വിശദമായ അന്വേഷണം വേണമെന്ന്. ശ്രീ M. ജയചന്ദ്രൻ, അങ്ങനെ ഒരു അന്വേഷണത്തിന്റെ അനിവാര്യതയിലേക്ക് കാര്യങ്ങൾ പോവുകയല്ലേ? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പി ജയരാജൻ എന്ന പാർട്ടിയുടെ അംഗം മാത്രമല്ല, സ്റ്റേറ്റിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ചുമതലയുള്ള ഒരു വ്യക്തി കൂടിയാണ്. മാത്രമല്ല, ഈ കണ്ണൂർ രാഷ്ട്രീയത്തിൽ നാം കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ അവിടെ ആധികാരികതയുടെ തലം തുറക്കുന്നത് ഇത് വെറുതെ പറയുന്നത് ഒരു കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ മറ്റാരോ അല്ല, BJP-ക്കാരോ അല്ല. ഇതുവരെ സന്തത സഹചാരിയായി നിന്ന ജില്ലാ പ്രസിഡന്റ് DYFIയുടെ ജില്ലാ കമ്മിറ്റി അംഗം ആയിട്ടുള്ള ഒരു വ്യക്തി വന്ന് തുറന്ന് പറയുകയാണ്. ഡേറ്റാസിന്റെ ഒരു ഭാഗം മാത്രമേ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളൂ എന്നും പറയുന്നുണ്ട്. ഇനി പലതും ഉണ്ട് എന്ന്, കൈവശമുണ്ട് എന്നതിൻ്റെ സൂചനകൾ കൂടി അദ്ദേഹം നൽകുമ്പോൾ ഇത് പാർട്ടിയെ കൂടി പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? ഇതിലൊരു വിശദമായ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പോലെ കേവലം ഒരു രാഷ്ട്രീയ ആരോപണത്തിന് അപ്പുറത്തേക്ക് തലങ്ങൾ തുറക്കുന്നുണ്ടോ ശ്രീ ജയചന്ദ്രൻ? ഞാൻ പ്രതീഷിന്റെ ഇൻട്രോ ശ്രദ്ധിക്കുകയായിരുന്നു. താങ്കൾ പറഞ്ഞത് CPM ആടി ഉലയുകയാണ് കണ്ണൂരിൽ, ഇപ്പോൾ പ്രതിരോധത്തിലാക്കിയെന്നും പറയുന്നു. എന്ത് ആടി ഉലയൽ, എന്ത് പ്രതിരോധം പ്രതീക്ഷയെ? ഇത് കുറച്ചു നാൾ മുമ്പ് വേറൊന്ന് കേട്ടില്ലേ? കൈതോലപ്പായ. പിണറായി വിജയൻ കൈതോലപ്പായയിൽ പൊതിഞ്ഞ കോടികൾ കടത്തിയത്ര എറണാകുളത്തും തിരുവനന്തപുരത്തേക്ക്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഒരാളുടെ. എത്ര ദിവസമാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്തത്? ഞാൻ എന്നെയും പിടിച്ചത് ചർച്ച ചെയ്യാൻ, മാതൃഭൂമിയിലടക്കം ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തതാണ്. അത്ര മതിയെന്ന്. കേരളത്തിൽ ഇപ്പോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടെങ്കിൽ ചാനലുകൾ ചർച്ചയ്ക്ക് എടുത്തോന്ന് എല്ലാവർക്കും അറിയാം. എന്താണ് കാരണം? പ്രതിഭാഗത്ത് നിർത്തിയിരിക്കുന്നത് CPM-നെയാണ്. CPM ആണല്ലോ ഭരിക്കുന്നത്. അപ്പൊ വളരെ എളുപ്പമാണ് റീച്ച് കിട്ടാൻ. അതാണ് കാര്യം. ഇപ്പൊ ഇവിടെ മനു തോമസിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും തെളിവുണ്ടോ? ഇന്ത്യൻ തെളിവ് നിയമം എന്ന് പറയുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഉണ്ടോ? എന്തെങ്കിലും CRPC എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാവുന്ന എന്തെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ മനു തോമസ് അടക്കം ഇത് പറയുന്ന ആരെങ്കിലും, ഇൻക്ലൂഡിങ് യു, താങ്കൾ അടക്കം, പ്രതീഷ് അടക്കം, എന്തെങ്കിലും തെളിവുകളുടെ പിൻബലത്തിലാണോ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനായിട്ട് ഞാൻ അടക്കമുള്ളവരെ വിളിച്ചിരുത്തി ഇവിടെ ചർച്ച സംഘടിപ്പിക്കുന്നത്? അല്ലല്ലോ. നമുക്ക് ഈ പറഞ്ഞ തെളിവുകളൊക്കെ അത് പിന്നീടുള്ള അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ്സ് അനുസരിച്ചൊക്കെയാണ് സ്വാഭാവികം. അതിനപ്പുറത്തേക്ക് CPM പോലെയുള്ള ഒരു പാർട്ടിയിൽ നമ്മൾ ഇതുവരെ കേൾക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു CPM-ന്റെ ഒരു വളരെ നിർണായകമായ ഒരു താക്കോൽ സ്ഥാനത്ത് യുവജന സംഘടന നേതാവ് വന്ന് പുറത്ത് വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അത് ചർച്ച ചെയ്യേണ്ടതല്ലേ? ഇതുവരെയും അങ്ങനെ പാർട്ടി ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോയിട്ടില്ല. പാർട്ടിക്കെതിരെ ഇങ്ങനെ ആരോപണം ഉയർന്നിട്ടില്ല. അത് ചർച്ച ചെയ്യുക. അതിന്റെ നിജസ്ഥിതി എന്താണ്? പി ജയരാജനെതിരെയാണ് ആരോപണം. നമ്മൾ വ്യക്തിശുദ്ധിയുടെയും അഴിമതിരഹിതമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തി എന്നാണ് ഇന്നും ഇപ്പോഴും പി ജയരാജനെ കുറിച്ച് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ ഒരു ആൾ വന്ന് പറയുമ്പോൾ അതെന്താണ് വാസ്തവമെന്ന് അറിയാനുള്ള ഒരു ബാധ്യതയുണ്ടല്ലോ. അതാണ് നമ്മൾ അത് ചർച്ചയ്ക്ക് സ്വാഭാവികം വിധേയമാക്കുന്നത്. രാഷ്ട്രീയമായിട്ട് അത് ആയുധമാക്കുന്നത്, നിയമസഭയിലടക്കം കൊണ്ടുവരുന്നത് പ്രതിപക്ഷത്തിന്റെ ആ ഒരു ഉത്തരവാദിത്തമാണ്. മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തം ഇതാണ് ഞാൻ പറഞ്ഞതുപോലെ. അതിൽ ഒരു ദുഷ്ടലാക്ക് താങ്കൾ കാണേണ്ടതില്ല എന്ന് തോന്നുന്നു. ദുഷ്ടതാക്കല്ല, ഞാൻ എന്റെയും തൊഴിലെ പണി മാധ്യമപ്രവർത്തനം തന്നെയാണല്ലോ. മാധ്യമ ധർമ്മം എന്ന് പറയുന്നത് പ്രതിപക്ഷ ധർമ്മമാണ്. വളരെ സംഘടന ആയിരിക്കുകയും വേണം. അതിന് ഒരു തർക്കവും ഇല്ലാത്ത ആളാണ് ഞാൻ. പക്ഷെ നമ്മളൊരു കാര്യം ഉന്നയിക്കുമ്പോൾ പ്രതീക്ഷയെ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന എവിഡൻസ് നമ്മുടെ കയ്യിൽ വേണമെന്നേ, അത് അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കണമെന്നേ. അതാണ് അടിസ്ഥാനപരമായ കാര്യം. ആ അടിസ്ഥാനപരമായ കാര്യം, ആ ദൗത്യം പരിപൂർണമായും ബ്ലാക്ക് ഔട്ട് ചെയ്തുകൊണ്ട് സമസ്കരിച്ചുകൊണ്ടാണ് കിട്ടുന്ന സാധനം അതേപടി വലിയ വിഷയമായിട്ട് അവതരിപ്പിക്കുന്നത്. നമ്മിലേക്ക് വരുമ്പോൾ ഒരുപാട് വാദങ്ങൾ ഇങ്ങനെ ഉന്നയിക്കാം. ഞാനൊരു കാര്യം നമുക്ക് ഇതിനോട് ആധാരമായി പറയാം. കാരണം തെളിവുകളൊക്കെ പുതുതായി കൊണ്ടുവരേണ്ടത് എൻ്റെ പണിയോ അല്ലെങ്കിൽ താങ്കളുടെ പണിയോ അല്ല. ഇതിങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് പറയുമ്പോൾ അതിന് വേണ്ട ഏജൻസികളുണ്ട്, അതിന് വേണ്ട സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാനോ അങ്ങോ ഇറങ്ങിയല്ല ഈ തെളിവ് കൊണ്ടുവന്ന് സംസാരിക്കേണ്ടത്. ഇന്ന് വരുന്ന തെളിവുകൾക്ക് അത് സത്യമാണോ, സത്യസന്ധമാണോ അല്ലയോ എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത സ്റ്റേറ്റിന് കൂടിയാണ്. പിന്നെ മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ മനു തോമസ് ഇത്രയും ഗുരുതരമായ കാര്യങ്ങൾ പറയുമ്പോൾ പി ജയരാജൻ എന്ന നേതാവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇതുവരെ ഈ നിമിഷം വരെ കണ്ണൂരിൽ നിന്നോ CPM രാഷ്ട്രീയത്തിൽ നിന്നോ ഒരു നേതാക്കന്മാരോട് പോലും പ്രതികരണം കേട്ടില്ല. ആകെ ചാടി ഇറങ്ങിയ രണ്ടുപേര് അർജുൻ ആയങ്കിയും ഒന്ന് ആകാശ് തില്ലങ്കേരിയുമാണ്. ആ രണ്ടുപേരുടെയും ഹിസ്റ്ററി ഞാൻ താങ്കളോട് പറഞ്ഞു തരികയും വേണ്ട. ജയരാജനെ തൊടുമ്പോൾ, ജയരാജനെ വേദനിക്കുന്നു എന്ന് തോന്നുമ്പോൾ പ്രതികരണവുമായി വാളോങ്ങി ആദ്യം ചാടുന്നത് അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരിയുമാണ്.
അപ്പോൾ ഒരുപാട് നമുക്ക് സംശയങ്ങളുടെ ഒരുപാട് നൂലാമാലകൾ ഇങ്ങനെ കിടപ്പുണ്ട് ശ്രീ ജയചന്ദ്രൻ. അതെ, സമ്മതിച്ചു. താങ്കളുടെ ആ നിർദ്ദേശം അല്ലെങ്കിൽ അഭിപ്രായം മുഖവരയ്ക്ക് എടുത്തുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു ചോദിച്ചോട്ടെ പ്രജീഷ്. ഇപ്പോ ഇവിടെ കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ എന്താണ്? രാഷ്ട്രീയമായി നിലപാടാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് മാതൃഭൂമി ചാനൽ വന്നിരുന്ന രാഷ്ട്രീയമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്തുകൊണ്ടാണ്? അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്, ഒരു ജില്ലയുടെ തന്നെ DCC പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഈ അർജുൻ അയങ്കിയും മറ്റേ വേറെ പറഞ്ഞില്ലേ, അയാളും മറ്റുമൊക്കെ CPM-ന്റെ ആരുമല്ല, ഔദ്യോഗിക തലത്തിൽ ആരുമല്ല എന്ന് മാത്രമല്ല 2021 മറ്റേ സ്വർണം പൊട്ടിക്കൽ കേസുണ്ടായല്ലോ രാമനാട്ടുകരയിൽ വെച്ച്. ആ കേസുമായി ബന്ധപ്പെട്ടാണല്ലോ ഇവരുടെ നടപടി വരെ ഉണ്ടാവുന്നതും പിന്നീട് പുറത്താക്കുന്നതും. പിന്നീട് അത് ജൂൺ മാസത്തിലാണെങ്കിൽ ജൂലൈയിൽ തന്നെ അന്ന് മനു തോമസ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റാണ്. എവിടെ? കണ്ണൂരില്. മനു തോമസിന്റെ നേതൃത്വത്തിൽ പ്രചാരണ ജാഥ നടത്തുന്നുണ്ട് കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ. ഏതാണ്ട് 3000-ൽ പരം യോഗങ്ങൾ ഡിവൈഎഫ്ഐ തന്നെ കണ്ണൂർ ജില്ലയിൽ ഉടനീളം സംഘടിപ്പിക്കുന്നുണ്ട് കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ ചരിത്രം മനു തോമസിന് അടക്കമുണ്ട്. പിന്നീട് പാർട്ടി ആവശ്യപ്പെടാതെയോ പാർട്ടി താല്പര്യങ്ങൾക്ക് അനുസൃതമായോ അല്ലാതെ അവർ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് പിന്തുണയ്ക്കാൻ അവകാശമില്ല എന്നുള്ളതാണ്. ഞാൻ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ കൂടി ഞാൻ അല്പം സൈഡ് ചേർത്ത് വെച്ച് ഞാൻ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ അങ്ങ് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഇതിലെന്തെങ്കിലും ഒരു പരിശോധനയുടെ അംശം എന്തെങ്കിലും ഉണ്ടോ? അതായത് ഈ വെളിപ്പെടുത്തല്, ഈ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു പരിശോധന പാർട്ടിക്കൊരു ഉത്തരവാദിത്തമില്ലേ? പാർട്ടി പരിശോധിക്കേണ്ട ഒരു അനിവാര്യതയുണ്ടോ? പിന്നെ അത് പ്രതിപക്ഷം പറയുന്നത് പോലെ ഇതൊരു ക്രിമിനൽ ഒരു വായനയുടെ കൂടി ഒരു തലമുണ്ട് എന്നുള്ളതാണ്. കാരണം അത് ഈ സ്വർണ്ണക്കടത്തായാലും കൊട്ടേഷനായാലും ഒക്കെയുള്ള കാര്യങ്ങളിൽ അത് പ്രതിപക്ഷം പറയുന്നു. അതുകൊണ്ടാണ് അവർ സഭയിൽ ഉന്നയിച്ചത് അതൊരു അന്വേഷണം വേണമെന്ന്. അപ്പോൾ ഈ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ എന്താണ് ഈ വിഷയത്തെ എങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത്? ഞാനത് കാണുന്നത്, എന്റെ നിലപാട് വളരെ സുവ്യക്തമായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയാം. പിന്നെ ഇക്കാര്യത്തിൽ മനു തോമസ് ഇങ്ങനെ എങ്ങും തൊടാതെയുള്ള വിശദീകരണങ്ങളോ ഫേസ്ബുക്ക് പോസ്റ്റുകളോ അല്ല ഇടേണ്ടത്. പി ജയരാജനെ തുറന്ന സംവാദത്തിന് ക്ഷണിക്കുക. പറ്റുമോ? പി ജയരാജനെ പോലെ CPM സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള ഒരാൾക്ക് മനു തോമസിനെ പോലെ പാർട്ടിയിൽ ലെവി അടയ്ക്കാതെ സ്വയം പുറത്തു പോയ ഒരാള് പരസ്യമായ സംവാദത്തിന് വിളിച്ചാൽ പി ജയരാജൻ ഇരിക്കുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ സമന്വയ സമിതിയായ സ്റ്റേറ്റ് കമ്മിറ്റിയിലാണ്. അദ്ദേഹത്തെ ചെല്ലാൻ കഴിയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ മനു തോമസ് സംവാദത്തിന് പരസ്യമായി ക്ഷണിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ മനു തോമസ് കുറെ കൂടെ കോൺക്രീറ്റ് ആയിട്ട് കാര്യങ്ങളെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ പറയണം. ഇന്ന കാര്യങ്ങൾ 1, 2, 3 എന്നുള്ള നിലയിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് അവതരിപ്പിക്കണം. ഇതാണ് തെളിവ്, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഇന്ന് ഒരു കാര്യം എന്താണ്, പാർട്ടി കോട്ടകളിൽ നിന്നോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും രീതിയിൽ, കാരണം കറകളഞ്ഞ ഒരു നേതാവിന് എതിരെ ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണം എന്ന നിലയിൽ ഈ മനു തോമസിനെ എതിരെയോ അല്ലെങ്കിൽ ജയരാജനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടോ ഒരു പ്രതികരണം പോലും വരാതെ പോകുന്നത്? അല്ല, അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രതീക്ഷ. എന്താണെന്നറിയാമോ? 2 ദിവസം മുമ്പ് MV ജയരാജൻ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഈ പ്രശ്നം സംബന്ധിച്ച് രാവിലെ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു. വാർത്താ സമ്മേളനത്തിൽ ജേർണലിസ്റ്റുകളോടെല്ലാം പ്രിന്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയ എല്ലാവരോടും കാര്യങ്ങൾ സംസാരിക്കുന്നു. അവർ ചോദിച്ചതെല്ലാം മറുപടിയും പറയുന്നു. അവിടെ കൊണ്ട് ആ വിഷയം താൽക്കാലികമായി സമർപ്പിക്കേണ്ടതാണല്ലോ. പക്ഷെ പിറ്റേ ദിവസം പാർട്ടി ജില്ലാ സെക്രട്ടറി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്, നേരത്തെ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. പിറ്റേ ദിവസം പി ജയരാജൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു മനു തോമസിന്റെ ബിസിനസ് ബന്ധങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ്. അത് പാടില്ലാത്തതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എനിക്കും വ്യക്തിപരമായി ഏറെ ബഹുമാനമുള്ള നേതാവാണ് പി ജയരാജൻ. പക്ഷെ അദ്ദേഹം പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞൊരു വിഷയത്തിനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഊതി വീർപ്പിക്കുകയോ വലിപ്പം കൂട്ടുകയോ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്. അദ്ദേഹം പറയുമായിരിക്കാം, ഇപ്പൊ താങ്കൾ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ ഈ ചർച്ചയിൽ തന്നെ കിട്ടുമ്പോൾ അദ്ദേഹം ഒരു കാര്യങ്ങൾ ഒളിക്കുന്നയാളല്ല. സ്വന്തം അഭിപ്രായം തുറന്നു പറയുന്ന ഒരു മടിയില്ലാത്ത ആളാണ് ശ്രീ ജയരാജൻ. ആ ബഹുമാനം അദ്ദേഹം എപ്പോഴും എനിക്ക് ഉണ്ട് താനും. ഇപ്പൊ ഇന്ന് മനു തോമസിന് പോലീസ് പ്രൊട്ടക്ഷൻ അടക്കം കൊടുക്കാനായിട്ട് പക്ഷേ ഈ മനു തോമസിന്റെ ഈ കത്തിനെ സംബന്ധിച്ച് അതിന് മുമ്പിട്ട് MV ജയരാജൻ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നല്ലോ. അന്ന് മാധ്യമങ്ങൾ പ്രവർത്തകർ ചോദിച്ചു ഈ ഷാജിറിന് എതിരായ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ. അതിൽ അദ്ദേഹം അങ്ങനെ ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. പിന്നീട് അദ്ദേഹം വീണ്ടും തിരുത്തുകയും ചെയ്തു. അങ്ങനെയൊക്കെ
ഷാജിന്റെ പ്രശ്നം എനിക്ക് 2023 ഏപ്രിൽ മാസത്തിൽ ജില്ലാ സെക്രട്ടറിക്ക് നൽകിയ കത്ത് അത് പിന്നീട് DC-യിലേക്ക് പിന്നീട് അത് ചർച്ചയ്ക്ക് ഏതാണ്ട് ഒരു വർഷം കൊണ്ട് വൈകിയാണ് പിന്നീട് ചർച്ചയ്ക്ക് വരുന്നത് പോലും. അല്ലല്ല, അങ്ങനെയല്ല 2022 കൊടുക്കുന്ന കത്ത് അതെ അപ്പോഴാണ് 2023 ഷാജിന്റെ പ്രശ്നം മനു ഉന്നയിക്കുന്നത്. അപ്പൊ അത് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി തന്നെ പരിശോധിച്ചിട്ടുണ്ട്. ആ വിഷയം ഷാജിയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട വിഷയം CPM സ്റ്റേറ്റ് കമ്മിറ്റി തന്നെ പരിശോധിക്കുകയും ആ വിഷയം സെറ്റിൽ ചെയ്യുകയും ചെയ്തതാണ്. ആ പറയുന്ന പോലെ ആരോപണത്തിൽ കഴമ്പില്ല എന്നും കണ്ടിട്ടാണ് പിന്നീട് ശ്രദ്ധക്കുറവുണ്ടായി എന്നാണ് DC എത്തിയിരിക്കുന്ന നിഗമനം. അത് പോട്ടെ, വിഷയം സെറ്റിൽ ചെയ്തതാണ്. അതാ ഞാൻ പറഞ്ഞത്, വിഷയം സെറ്റിൽ ചെയ്തതാണ് സ്റ്റേറ്റ് കമ്മിറ്റി എന്നാണ് എന്റെ അറിവ്. അപ്പൊ അതില് ശ്രദ്ധക്കുറവെന്ന് എന്തെങ്കിലും ഒരു റീസൺ സ്റ്റേറ്റ് കമ്മിറ്റി പറഞ്ഞതായിട്ട് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഷാജറിന്റെ കാര്യത്തിൽ ആരോപണത്തിൽ മനു ഉറച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഇതാണ്, ഇതൊരു ഇപ്പോൾ P. ജയരാജനെ ടെലിഫോൺ ലൈനിൽ കിട്ടിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് മകൻ നിയമ നടപടിക്ക് പോയിരിക്കുകയാണ്, അതിനപ്പുറത്തേക്ക് ഞാൻ പ്രതികരിക്കേണ്ടതില്ലല്ലോ എന്നാണ്. അപ്പോൾ അതിലൂടെ കാര്യങ്ങൾ അതാണോ അതോടുകൂടി തീരേണ്ടതാണോ? അല്ല, മകനെ സംബന്ധിച്ചാണല്ലോ പ്രധാനമായിട്ടും ഒരു ആശയക്കുഴപ്പം ഉയർത്തിക്കൊണ്ട് വരുന്നത്. അതിന് മറുപടി വക്കീലോട് സഹായിക്കാനുള്ള ഉത്തരവാദിത്വം മകനുണ്ട്. P. ജയരാജന് പോകണമെന്നുണ്ടെങ്കിൽ പാർട്ടി അനുവദിക്കാതെ പോകാൻ കഴിയില്ലല്ലോ. പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർക്ക് പാർട്ടി ഇല്ലാതെ കേസിന് പോകാൻ കഴിയുമോ? അത് പാർട്ടി തീരുമാനിക്കും. പക്ഷെ മകനതിന്റെ ആവശ്യമില്ല. മകന് പിന്നെ അത് മകനെ സംബന്ധിച്ചോളം അപകീർത്തി കേസാണ്. ഡിഫമേഷൻ കേസ് കൊടുക്കാം, ക്രിമിനലായിട്ടും കേസ് കൊടുക്കാം. അത് വേറെ കാര്യം, അതിനങ്ങനെ പോവുകയും ചെയ്യാം. അത് അയാളുടെ സ്വാതന്ത്ര്യമല്ലേ, മകന്റെ സ്വാതന്ത്ര്യമല്ലേ. അതത്രേ ഉള്ളൂ അതിനകത്ത് കാര്യം. ശരി, ഞാൻ മടങ്ങി. തർസി മാർട്ടിൻ ജോർജ് കേട്ടുവല്ലോ. കാരണം ഇപ്പോൾ P. ജയരാജനെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നതാണ് ഈ വിഷയത്തിൽ എന്തായാലും മകൻ നിയമ നടപടിക്ക് പോവുകയാണ്, അതിനപ്പുറത്തേക്ക് പറയാനുള്ള ഉത്തരവാദിത്തം ഒന്നുമില്ല എന്ന്. ഇപ്പോൾ നേരത്തെ ജയചന്ദ്രൻ പറഞ്ഞതുപോലെ ഇക്കാര്യത്തിലൊക്കെ വരുന്ന ഈ ആരോപണങ്ങൾക്ക് ആധാരമായിട്ടുള്ള മൊഴികളോ ഒന്നുമില്ല. നേരത്തെ ശക്തിധരൻ കൈതോലപ്പായെക്കുറിച്ച് പറഞ്ഞ ആരോപണം, അതിൻ്റെ തുടർച്ച എവിടെ എത്തി എന്ന് ചോദിക്കുന്നു, പാർട്ടിക്കാരും ചോദിക്കുന്നു. പക്ഷേ അതുപോലെ തന്നെ മറ്റൊന്ന് ഞാൻ അതിൻ്റെ കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇതുവരെ P. ജയരാജനെ അനുകൂലിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്തോ മകനെ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, സംരക്ഷകൻ P. ജയരാജനാണ്. ക്വാറി മാഫിയയ്ക്ക് വേണ്ടി ഏരിയ സെക്രട്ടറിയെ പോലും മാറ്റിയ വ്യക്തി, അല്ലെങ്കിൽ തനിക്കിഷ്ടക്കാരനെ വെച്ച വ്യക്തി എന്നൊക്കെ പറയുമ്പോൾ അത് പാർട്ടിയിലേക്ക് കൂടി ചെന്നെത്തുകയാണ് ഈ ആരോപണത്തിന്റെ മുന. അപ്പോൾ ആരും പ്രതികരിക്കുന്നില്ല കണ്ണൂരിൽ നിന്നും. അതുകൂടി മറുപടി. ഇതിനകത്ത് ആർക്കും പ്രതികരിക്കാൻ പറ്റില്ല. കാരണം ഇത് വസ്തുനിഷ്ഠമായ കാര്യമായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു കാര്യവും ഇതിനകത്ത് മറുപടി പറയാൻ അവർക്കില്ല. ജയരാജൻ പറഞ്ഞ MP ജയരാജൻ പറഞ്ഞ തിരുത്തിയെന്ന് ഇപ്പോൾ ഇവിടെ സംസാരിച്ച ഇടത് നിരീക്ഷകൻ പറഞ്ഞു, അത് ശരിയായില്ല എന്ന് പറഞ്ഞു. ആ ശരിയായില്ല എന്ന് പറയാൻ കാരണം P. ജയരാജൻ ഇത് പറഞ്ഞത് കൊണ്ടാണ് മനു തോമസ് ബാക്കി കാര്യങ്ങളെല്ലാം പുറത്തു വന്നത്. അപ്പോൾ ഇതൊന്ന് മൂടിക്കെട്ടി വെക്കണമായിരുന്നു എന്നാണ് അവർ ചിന്തിച്ചത്. അത് മാത്രമല്ല, ഇപ്പോൾ ഇടത് നിരീക്ഷകൻ പറയുന്നത് കേട്ടു, ഷജീറിൻ്റെ പ്രശ്നം അവിടെ സെറ്റിൽ ചെയ്തു എന്ന്. എങ്ങനെ, ആര് സെറ്റിൽ ചെയ്യേണ്ട വിഷയമാണ് ഈ പറയുന്നത്? എന്താണ് മനു തോമസ് കൊടുത്തിരിക്കുന്നത്? സ്വർണ്ണ മാഫിയയുമായി ഉള്ള ബന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആരാണ് സെറ്റിൽ ചെയ്യേണ്ടത്? അത് CPM തന്നെ സെറ്റിൽ ചെയ്യേണ്ട വിഷയമാണോ? ഇത് CPM മാത്രം സെറ്റിൽ ചെയ്യേണ്ട വിഷയമല്ല. ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് മനു തോമസ്, ജില്ലാ കമ്മിറ്റി മെമ്പറായ മനു തോമസ് ജില്ലാ കമ്മിറ്റിക്ക് കത്ത് കൊടുത്തിരിക്കുന്നത്. അതൊരു അന്വേഷണം നടന്നിട്ടില്ല. അന്വേഷണം നടന്നു, സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് സെറ്റിൽ ചെയ്യേണ്ട CPM നേതൃത്വമല്ല. ഇത് പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇവർ ബലാത്സംഗ കേസുകളും പീഡന കേസുകളും എല്ലാം വരുമ്പോൾ പാർട്ടി ആഫീസിൽ നിന്ന് സെറ്റിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത്തരം കേസുകൾ സെറ്റിൽ ചെയ്ത് തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് ശരിയായ നിലപാടല്ല. ഇതൊക്കെ പോലീസ് സ്റ്റേഷൻ ത്രൂ വന്ന് കേസ് ചാർജ് ചെയ്ത് എടുക്കേണ്ട കേസുകളാണ്. ശ്രീ മാർട്ടിൻ ജോർജ്, ഈ മനു തോമസിനെ താങ്കൾ പാർട്ടിയിലേക്ക്, കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ മനു കിട്ടാൻ പറ്റുന്ന കണ്ണൂരിലെ ഒരു നല്ല പരുവപ്പെട്ട ഒരു നേതാവാണ്. മനുവിൽ ഒരുപാട് പ്രതീക്ഷകൾ താങ്കൾ കാണുന്നുണ്ടോ? പാർട്ടി എന്താണ് ഇക്കാര്യത്തിൽ മനുവിനോട് കാണുന്ന ആ ഒരു താല്പര്യം? അതെങ്ങനെയാണ്? താങ്കൾ മാത്രമല്ല ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടതെങ്കിലും. മനു ഇപ്പോൾ ന്യായത്തിൻ്റെ നീതിയുടെ പക്ഷത്താണ് നിൽക്കുന്നത്. അദ്ദേഹം ന്യായത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇതുവരെ അദ്ദേഹത്തിൻ്റെ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല.
അദ്ദേഹം ഒരു പൊതുപ്രവർത്തനായി നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അതേ കോൺഗ്രസിലേക്ക് വരാൻ താല്പര്യമുണ്ട് എങ്കിൽ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഞങ്ങളെ സ്വാഗതം ചെയ്യും, ഒരു സംശയമില്ല. ഇതൊരു ജനാധിപത്യ മതേതര പാർട്ടിയാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും നമ്മൾ സ്വീകരിക്കും, അതിലൊരു സംശയമില്ല. തീർച്ചയായും. ശ്രീ ജയചന്ദ്രൻ, അവസാനമായി കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ, കാരണം കോൺഗ്രസ് ക്ഷണിച്ചു കഴിഞ്ഞു മനു തോമസിനെ. പിന്നെ പ്രതീക്ഷ, മനു തോമസിനെ പോലുള്ള ഒരു വ്യക്തിത്വം അങ്ങനെയൊന്നും കോൺഗ്രസിലൊന്നും പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. CPM-ഉമായിട്ട് അദ്ദേഹത്തിന് കാതലായിട്ടുള്ള ചില ഇഷ്യൂസ്, അത് മറ്റൊന്നും കൊണ്ടല്ല, പ്രായോഗിക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ആ സ്റ്റഫ് കൊണ്ടാണ്. ആ ഉത്തരവാദിത്തമുള്ള ഒരു നേതാവെന്ന നിലയിൽ തന്നെയാണ് മനു തോമസ് അത്തരം വിഷയങ്ങൾ ഇപ്പോഴും ഉന്നയിക്കുന്നത്. അതിനാ പരിധിക്കകത്ത് നിന്നുകൊണ്ട് പറയാൻ പാർട്ടിയോട് അത്രമേൽ കൂറുള്ള ഒരു വ്യക്തി എന്ന് കൂടി വായിക്കാം. ആ വ്യക്തിയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അതേന്നെ, അത് ഞാൻ പറഞ്ഞില്ല, അതിനൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഈ ഇത്തരം കാര്യങ്ങൾ മാതൃഭൂമി അടക്കമുള്ള ചാനലുകൾ ചർച്ചയ്ക്ക് വെക്കുമ്പോൾ അത് മനു തോമസിനെ കൂടാതെ കരുവാക്കുകയാണ് എന്നുള്ളൊരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്താണെങ്കിൽ അത് വെളിപ്പെടുത്തണം എന്ന് തന്നെ എന്നെപ്പോഴുള്ളൂ ഞാൻ പറയത്തുള്ളൂ. ഞാൻ അങ്ങനെ പറയൂ. കാര്യം അവിടെ കാടിലും പറപ്പിലും തല്ലി കിടന്നല്ലോ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷസ് എന്ന് പറയില്ലേ, അങ്ങനെയല്ലോ ചെയ്യേണ്ടത്. നമുക്ക് കൃത്യം അതിന്റെ ഫോക്കസിൽ, ന്യൂക്ലിയസിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും പറയാനും പിന്നെ നിലപാട് സ്വീകരിക്കാനും കഴിയണം. പക്ഷെ അങ്ങനെ ഒരു നിലപാടിലേക്കല്ല മനു പോകുന്നത്. അദ്ദേഹത്തിന് ചില റിജോയിന്റേഴ്സ് ഉണ്ട്, വിയോജിപ്പുകളുണ്ട്. ആ വിയോജിപ്പുകൾ പാർട്ടി ആസ് എ ഹോൾ എന്നുള്ള നിലയിലല്ല, CPM എന്ന പാർട്ടിയോടല്ല. അദ്ദേഹത്തിന് ചില വിയോജിപ്പുകളുണ്ട്. ആ വിയോജിപ്പുകൾ പരിഹരിക്കണം, തീർക്കണം എന്നുള്ള നിലയാണ് ഇപ്പോഴും അദ്ദേഹം നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാതെ കോൺഗ്രസിലേക്ക് പോകാനുള്ള ഒരു മനോഭാവമായിട്ട് നിൽക്കുന്ന വ്യക്തിത്വമായിട്ട് മനു തോമസിനെ ഞാൻ ഇപ്പോഴും കാണുന്നില്ല കേട്ടോ. ശരി, വളരെ നന്ദി ശ്രീ മാർട്ടിൻ ജോർജ്. ഒപ്പം M ജയചന്ദ്രൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.